ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ്, എനിക്ക് സുഖമാണ്, കുഴപ്പമില്ല, റാഹത്താണ്. പിന്നെ ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്താ പറയുക, ഒരു ദിക്റാണ് കേട്ടോ. ആ ദിക്ർ നമ്മളില്ലേ എല്ലാ നിസ്കാരത്തിന് ശേഷം 3 തവണ പതിവാക്കുകയാണെങ്കിൽ പിന്നെ ഏറ്റവും ചുരുങ്ങിയ 3 തവണ കേട്ടോ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കാണാൻ പറ്റും. അത് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടും. അതുപോലെ നമ്മൾ അലട്ടുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറിക്കിട്ടും. അതേപോലെ കുടുംബത്തിലായാലും സമാധാനം ഉണ്ടാവും, ഐക്യം ഉണ്ടാവും. അതേപോലെ ഭാഗ്യങ്ങളൊക്കെ, എനിക്കൊരു ഭാഗ്യമില്ല, ഞാൻ എല്ലാം ഭാഗ്യം കെട്ടവളാണ് നമുക്ക് പറയില്ലേ, അതൊക്കെ എന്ത് തടസ്സമുണ്ടെങ്കിൽ തടസ്സങ്ങളൊക്കെ നീങ്ങി ഭാഗ്യം നമ്മളെ തേടി വരും. പിന്നെ സന്തോഷം ജീവിതത്തിൽ നിലനിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ ഏതൊരു കുടുംബത്തിലായാലും ഏതൊരു ബന്ധത്തിലായാലും ഇല്ലാത്തൊരൊന്നാണ് സമാധാനവും സന്തോഷവും അല്ലേ. സമാധാനം സന്തോഷം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. നമുക്ക് പൈസ ഇല്ലെങ്കിലും സാമ്പത്തികമായി നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് നമ്മളെ കുടുംബജീവിതത്തെ ബാധിക്കില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ഓരോ പ്രശ്നങ്ങൾ വരുന്നതല്ലേ. അപ്പോൾ ഇതാണ് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാനും സൗഭാഗ്യങ്ങൾ വരാനും നിർഭാഗ്യം ഇല്ലാതിരിക്കാനും ഉള്ളൊരു ഇതുമാണ് കേട്ടോ, ഒരു ദിക്റാണിത്. പിന്നെ ഇതിൻ്റെ ഫലമൊന്നും എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ചെല്ലും, എന്തിനാണെന്ന് എനിക്കറിയില്ല, നല്ലതാണെന്നുള്ളൊരിത് കേട്ടിട്ട് ഇപ്പോഴല്ല കേട്ടോ, അതായത് കുറേ മുമ്പ് ഒരു ദിക്റിൽ കേട്ടിട്ട് ഞാൻ പതിവാക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാ നിസ്കാരത്തിന് ശേഷം 3 തവണയെങ്കിലും പതിവാക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജഹദിൽ ബലായി വദറക ശഖായി വസൂഇൽ ഖളായി വശമാഅത്തിൽ അഹ്ദാദ്. ഈ ഒരു ദിക്റില്ലേ ഭയങ്കര ഫലമാണ് കേട്ടോ. ഇതിനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയെന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് പഠിച്ചെടുക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. പിന്നെ നമ്മൾ ഓരോരോ നിസ്കാരത്തിന് ശേഷം ഓരോ ദിക്റും ദുആയും അദ്കാറുകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും, നമ്മൾ ചൊല്ലി പതിവാക്കുകയാണെങ്കിൽ. അപ്പോൾ എല്ലാവരും എന്താക്കുക അറിയാം, അപ്പോൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് ചെല്ലാൻ ശ്രമിക്കുക കേട്ടോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കറിയുന്ന എല്ലാ ദിക്റും സലാത്തും അദ്കാറുകളും പിന്നെ സലാത്തൊക്കെ ഒരുപാട് സലാത്തുണ്ടല്ലേ, ഒരുപാട് സലാത്ത്. ഒന്നും ഏറ്റവും ചെറിയ സലാത്താണ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സലാത്തിന് നമ്മൾ ഉദ്ദേശം പൂർത്തീകരിക്കാൻ വേണ്ടി ചെല്ലിയാൽ ഒരുപാട് ഫലം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അറിയാം, വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇല്ലേ എന്തെങ്കിലും ദിക്റുകളും സലാത്തുകളും ഒക്കെ ചെയ്യുക. ഫോണിലൊക്കെ ഇപ്പോൾ എല്ലാം കിട്ടുമല്ലോ അല്ലേ. നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാകാൻ പറ്റാത്ത സമയമാണ് ഇപ്പോൾ, അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. എന്ത് നമ്മൾ സെർച്ച് ചെയ്താലും നമുക്ക് അറിയുന്ന ഭാഷയിൽ നമുക്ക് കിട്ടും അല്ല. അപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവരെ ഉപദ്രവിക്കാണ്ടിരിക്കുക. അതേപോലെ ജീവിതത്തിൽ നമുക്ക് നമ്മൾ അറിഞ്ഞും അറിയാതെയൊന്നും നമ്മൾ മറ്റുള്ളവർക്ക് ഒരു വേദന ആവരുത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. അപ്പോൾ ഈ ഒരു ദിക്ർ നിങ്ങൾക്ക് കഴിയുന്നത്ര ചെല്ലട്ടെ. ഏറ്റവും ചെറിയ രീതിയിൽ 3 തവണയെങ്കിലും ചെല്ലാൻ ശ്രമിക്കുക എല്ലാ നിസ്കാരത്തിന് ശേഷം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് തന്നെ മാറ്റങ്ങൾ കണ്ടറിയാൻ പറ്റും. സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, വിഷമങ്ങളും പ്രയാസങ്ങളും ദൂരീകരിക്കും. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ മറ്റുള്ളവർക്ക് കൊണ്ട് ഷെയർ ചെയ്ത്, നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നി നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതേപോലെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടുക, അൽഹംദുലില്ലാ എന്നോ മാഷാ അല്ലാഹ് എന്നോ അല്ലാഹു അക്ബർ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടണേ. അതേപോലെ ദുആയിൽ ഉൾപ്പെടുത്തുക. എല്ലാവരും ദുആയിലും പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ ദുആയിലുണ്ടാവും. അല്ലാഹു എല്ലാവർക്കും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും എല്ലാവിധ വേജാറും വിഷമവും പ്രയാസവും ദുഃഖവും വേദനയും വെപ്പരാടും ഒന്നുമില്ലാത്ത സന്തോഷമുള്ള ജീവിതം എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. പിന്നെ അതേപോലെ ഒരു ദിവസം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.